ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നെല്ലിക്ക കിച്ചടി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്ന് നെല്ലിക്ക കിച്ചടി എങ്ങനെയാണ് വെക്കണതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ നെല്ലിക്ക ഉപ്പിട്ട് അവിച്ച് അതിൻ്റെ വിത്തൊക്കെ മാറ്റിയിട്ട് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. അടുത്ത് ഇതിനാവശ്യമുള്ള സാധനം മുളക്, മഞ്ഞൾപ്പൊടി, കായം, 10 പല്ല് വെളുത്തുള്ളി, ജീരകം, തേങ്ങ, ഇത്രയും നമുക്ക് വേണം. അടുത്ത് വെന്തയം എടുത്തിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് മുളക്, കടുക്, കരിയേപ്പില. ഇതിനെ എങ്ങനെ അരച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ അരപ്പിനെ ഒന്ന് അരച്ചെടുക്കാം. അതിന് മുമ്പ് ഇതിനെ നമുക്ക് കടുക് വറുത്ത് അടുപ്പിൽ വയ്ക്കാം. ഒരു 3 സ്പൂൺ എണ്ണ നമുക്കിവിടെ ഒഴിക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അത് എണ്ണ വേണമെങ്കിൽ എടുക്കാം. ഞാനത് കടുക് വറുത്ത് ഇനി നമുക്ക് ഈ അരച്ച് വെച്ച നെല്ലിക്കയെ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ഞാൻ കുറച്ച് കായപ്പൊടി എടുത്തിട്ടുണ്ട്. ആ കായപ്പൊടി ഇതിലിട്ട് തിരിച്ച് നമുക്കൊരു ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ കായത്തിൻ്റെ മണം ആ നെല്ലിക്കയിൽ നമുക്ക് ചേർന്ന് കിട്ടും. ഇത് നമ്മൾ ആ നെല്ലിക്ക അവിച്ച വെള്ളമാണ്. ആ വെള്ളത്തിന് ഞാൻ കളഞ്ഞില്ല. കാരണം അത് നല്ലൊരു ഫ്ലേവറുള്ള വെള്ളമല്ലേ അതിൽ നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിനെ കളയാതെ അതിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് ആൾറെഡി ഇതിൽ ഉപ്പിട്ട് നെല്ലിക്ക അടിച്ചതുകൊണ്ട് നമുക്ക് ഉപ്പിൻ്റെ അംശം ഇതിലിരിക്കും. ഇതിന് ഞാൻ ഒരു ടിന്നിൽ ഒഴിച്ച് അടച്ച് വയ്ക്കാൻ പോകണം. നമുക്ക് എപ്പോഴെങ്കിലും പഴഞ്ഞോ കഞ്ഞിയോ നമുക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതിൽ ഇത്തിരി ഒഴിച്ച് കുടിക്കുമ്പോൾ നല്ല സൂപ്പറായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു ഡപ്പായിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നമുക്ക് കഞ്ഞി കുടിക്കുമ്പോൾ ഇത് നമുക്ക് ഒഴിച്ച് കുടിക്കാം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ അകത്ത് ഞാൻ പച്ചമുളക്, ഒരു 5 പച്ചമുളക്, 10 പല്ല് വെളുത്തുള്ളി, ഇതിനാവശ്യമുള്ള ജീരകം, അടുത്ത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് അരച്ച് കൊടുക്കാം. അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഇതേപോലെ നല്ല പേസ്റ്റാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തായി. നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പിനൊന്ന് ഇതിലൊഴിച്ച് കൊടുക്കാം. ഈ അരപ്പിന് നല്ലവണ്ണം ഇതിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അരപ്പെല്ലാം നെല്ലിക്കയിൽ ഒന്ന് പിടി കിട്ടും. ഞാൻ നെല്ലിക്കയിൽ അവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് ഉപ്പ് നമുക്ക് ശരിയാവില്ല, തികയില്ല. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഉപ്പിടാം. അരപ്പിൻ്റെ ഒരു പച്ച മണം പോകുന്നേരം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആവശ്യമുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വീട്ടു തൈരാണ്. നമ്മൾ വീട്ടിൽ റെഡി ആക്കിയിട്ടുള്ള തൈര്. നിങ്ങൾ കട തൈരായിരുന്നാലും കുഴപ്പമില്ല. ആ തൈരിൻ്റെ അരപ്പ് മണം പോയതിന് ശേഷം ഈ തൈരിന് ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് പിന്നെ ഇതേപോലെ ഒന്ന് സൂപ്പറായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെന്തയപ്പൊടി ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് നല്ലവണ്ണം ഇളക്കിയിട്ട് അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സൂപ്പറായ ഒരു നെല്ലിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് ദിവസം വെളിയിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഇത് യൂസ് ചെയ്യണം. കാരണം ഇത് തൈര് ഒഴിക്കണതുകൊണ്ടും തേങ്ങ ചേർന്നുകൊണ്ടും പെട്ടെന്ന് ചീത്തായി പോകും. മറ്റതുപോലെ ഇരിക്കില്ല. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്തെടുക്കുമ്പോൾ ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് വേണം ഇത് യൂസ് ചെയ്യാം. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം തന്നെ വെളിയിലിരിക്കും. അടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. സൂപ്പറായ ഒരു നെല്ലിക്ക കിച്ചടി റെഡിയാക്കി ഞാൻ കാണിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.